മുൻമന്ത്രി പി തങ്കച്ചൻ അന്തരിച്ചു എന്നുള്ള വാർത്ത വരികയാണ്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, എപ്പോഴാണ് മരണം സംഭവിച്ചത്? ഇപ്പം മുമ്പാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ പി തങ്കച്ചന്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചധികം ദിവസങ്ങളായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പി തങ്കച്ചൻ എന്നാൽ കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. ഒരു കാലത്ത് എറണാകുളം ജില്ലയിലെ ഏറ്റവും തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു. KPCCയുടെ മുൻ അധ്യക്ഷനാണ്. ഏറെക്കാലം UDFന്റെ കൺവീനറായിരുന്നു. മുൻ കൃഷിമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ 4 വർഷത്തോളം കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു. 1991 മുതൽ 95 വരെ പി തങ്കച്ചനായിരുന്നു നിയമസഭാ സ്പീക്കറായിരുന്നത്. 4 വട്ടം അദ്ദേഹം പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. 1982 മുതൽ 96 വരെ തുടർച്ചയായി നിയമസഭാ മത്സരങ്ങളിൽ പെരുമ്പാവൂരിനെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് പി തങ്കച്ചൻ. 2001 അദ്ദേഹം പെരുമ്പാവൂരിൽ പരാജയപ്പെടുന്നത്. അതുവരെ അദ്ദേഹം തന്നെയായിരുന്നു പെരുമ്പാവൂരിന്റെ നിയമസഭാ അംഗത്വം. അത്തരത്തിൽ ദീർഘകാലം കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. കോൺഗ്രസിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിലൊക്കെ അതിന്റെ KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ UDF കൺവീനറായി മുന്നോട്ട് പോവുകയും ആ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോവുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് പി തങ്കച്ചൻ. പി തങ്കച്ചന്റെ വിയോഗം എന്തായാലും കോൺഗ്രസിന് വലിയ നഷ്ടം തന്നെയായിരിക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ദീർഘകാലമായിട്ട് ഈ പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. പെരുമ്പാവൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചത്. കഴിഞ്ഞ ഒരു 10-15 ദിവസമായി അദ്ദേഹം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പം മുമ്പാണ് പി തങ്കച്ചന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവുമൊക്കെയായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും കുടുംബം ഒരു അന്തിമ തീരുമാനമെടുക്കുക. അദ്ദേഹം 1938 അങ്കമാലിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം അതിനുശേഷം പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. പെരുമ്പാവൂർ കോർപ്പറേഷൻ ചെയർമാനായിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ നിർണായക പടവുകളിലേക്ക് അദ്ദേഹം കയറി തുടങ്ങുന്നത്. അവിടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും ചെറുപ്പമുള്ള കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. അങ്ങനെ ആ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പിന്നീട് പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ദീർഘകാലം ഏതാണ്ട് 20 വർഷത്തിലധികം പെരുമ്പാവൂരിന്റെ ജനപ്രതിനിധി എന്നത് പി തങ്കച്ചനായിരുന്നു. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്.